ഹലോ, ഫാം ഗോസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീട് എല്ലാവർക്കും ഒരു വലിയൊരു ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും ചായ കുടിച്ചോ? അപ്പോൾ ഞങ്ങളുടെ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങുക കേട്ടോ. ഞങ്ങൾക്ക് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടത്തുള്ളൂ പണിയാനൊക്കെ ആയിട്ടുള്ള. അപ്പം 2 ഗ്ലാസ് ചായയൊക്കെ ഇട്ട് ഞങ്ങൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ചായക്ക് റെഡിയാക്കി വെച്ചു. അന്നത്തേന് ജനലൊക്കെ ഇന്ന് തുറന്നിട്ടു. നേരം വെളുത്ത് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ജനൽ കാറ്റൊക്കെ കയറട്ടെ, അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് ചായയൊക്കെ വെച്ച് റെഡിയാക്കി വെക്കുകയാണ്. അന്നേരത്തേനും പുട്ടും കടലയിൽ നിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. തലേദിവസം ഞാൻ കടല വെള്ളത്തിലിട്ടു. തലേദിവസം കടല വെള്ളത്തിലിട്ടാൽ നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക്. പിന്നെ കുക്കറിൻ്റെ അകത്ത് 2 പീസിൽ അടിച്ചാൽ മതി. അപ്പം നമുക്ക് ആ കടലേനെ വേവിക്കാനായിട്ട് നമുക്ക് കുക്കർ എടുക്കാം. ചെറിയൊരു കുക്കർ എടുത്ത് അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് സവോളയൊക്കെ വഴറ്റാൻ വെക്കണം. ആ സവോള വഴറ്റാൻ വെച്ചിട്ട് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ട് കരിയാപ്പില ഇട്ടിട്ട് സവോള നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ. സവോള വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ഒരു തക്കാളി അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് അത് സവോളയിലേക്ക് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചി നന്നായിട്ട് ഇട്ടോ. കാരണം ഈ കടലയൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് ചിലർക്ക് ഗ്യാസൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറിക്കോളും. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ച് അതിലേക്ക് ഇടണം. പച്ചമുളകും കൊള്ളിയിട്ട് ആ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അന്നേരത്തേനും വഴണ്ട് വരാനായിട്ട് ഇവിടെ വെച്ചു കേട്ടോ. അന്നേരത്തേനും ഞങ്ങളുടെ ചായയൊക്കെ റെഡിയായി. ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം വന്നപ്പോഴത്തേനും സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. അപ്പോൾ വഴണ്ട് വന്നു കഴിഞ്ഞപ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റാൻ പച്ചമണം മാറുന്നോളം വരെ. എന്നിട്ട് ആവശ്യത്തിന് പച്ചമണം മാറിക്കഴിഞ്ഞ ശേഷം കടല അതിനകത്തേക്ക് ഇടണം. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് അതിലുള്ള വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിന് നന്നായിട്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം തട്ടിപ്പൊത്തി നന്നായിട്ട് അങ്ങ് അടച്ച് വെച്ച് അങ്ങ് വിസിലടിക്കാൻ വെക്കുക. ആ സമയം ഞാൻ 2 കപ്പ് പുട്ടിൻ്റെ പൊടി എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് 2 കപ്പ് എടുത്തുകൊണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാനായിട്ട് വെച്ച് അതിനെ മാറ്റി വെച്ചു കേട്ടോ. അന്നേരത്തേനും അവന് ട്യൂണ മതി, അവന് ടിഫിൻ കെട്ടാനുള്ളത്. അപ്പോൾ അവന് ടിൻ ഫിഷ് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ട്യൂണ. ആ ട്യൂണയുടെ അടപ്പ് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകളിലൊരു ഓയിലുണ്ട്. ആ ഓയിലിനെ കളയണം. ആ ഓയിലിൽ നിന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ആ ട്യൂണേനെ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇട്ടിട്ട് ഒരു തവി കൊണ്ട് അതൊന്ന് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാലത് കട്ടയായിട്ടായിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ലേശം ഉപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. ഉപ്പും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് എടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് ആയി വരും. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും. എന്നിട്ട് പിന്നെ അതിനെ എടുത്തൊന്ന് മാറ്റി വെച്ചു. പിന്നെ ഞാൻ തേങ്ങ പുട്ടൊക്കെ നന്നായിട്ട് കുതിർന്ന് വീർത്ത് വന്നു. അപ്പോൾ ഞാൻ പുട്ടിന് തേങ്ങ ഇടാൻ പോവുകയാണ്. തേങ്ങ ഞാനിങ്ങനെ സിപ്പിലോക്കിൻ്റെ അകത്ത് എടുത്ത് വെക്കും കേട്ടോ. എളുപ്പമുണ്ടല്ലോ, ഒരാഴ്ചത്തേനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി സിപ്പിലോക്കിൻ്റെ അകത്താക്കി ഫ്രീസറിൽ വെക്കും ഞാൻ. അപ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട് നമുക്ക്. എൻ്റെ തേങ്ങ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് പുട്ടും കുഴച്ച് അതിനെ എടുത്ത് മാറ്റി വെച്ചു. കാരണം പോകുന്ന സമയമാകുമ്പോഴത്തേനും ചൂടോടെ വേണം എല്ലാവർക്കും പുട്ട്. അപ്പോൾ അന്നേരം ചൂടാലോ എന്നോർത്ത് പിന്നെ ഞാൻ അന്നേരത്തേന് എൻ്റെ കടലയൊക്കെ ഒന്ന് ശരിയായി. കടലയ്ക്ക് വേണ്ടിയിട്ട് നല്ല കൊഴുപ്പും രുചിയും കിട്ടാനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ വറുത്ത് അരച്ചിടും. അങ്ങനെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ എടുത്തിട്ടു. എൻ്റെ കടലയ്ക്ക് 2 കപ്പ് ചെറിയ കപ്പിന് 2 കപ്പ് കടലുള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണ്ടോ നിങ്ങൾ കടലയൊക്കെ ഇടുമ്പോൾ തേങ്ങ വറുക്കാനെടുക്കാനായിട്ട്. അപ്പോൾ ആ തേങ്ങയും വറുത്ത് പകുതി തേങ്ങ മൂത്ത് കഴിയുമ്പം 2 കാശ്മീരി മുളകും കുറച്ചുകൂടെ കരിയാപ്പില ഇട്ട് അതിന് നന്നായിട്ടൊന്ന് എടുക്കണം. എന്നിട്ട് തന്നെ മിക്സിയിൽ അരച്ചെടുക്കുന്ന കൂട്ടത്തിലൊരു കുറച്ച് കടലയും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കടലയില്ലേ, ആ കടലയും കൂടെ ആ തേങ്ങയുടെ കൂടെ അരച്ചെടുക്കണം. നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നാലേ അതിന് കൊഴുപ്പും കിട്ടും, രുചിയും കിട്ടും. അങ്ങനെ കടലയ്ക്കുള്ള കടുകൊക്കെ പൊട്ടിച്ച് അരപ്പൊന്ന് പതുക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് നമ്മൾ വറുത്തെടുത്ത തേങ്ങയാണല്ലോ, ഒത്തിരി മൂക്കാനൊന്നുമില്ല അത്. അപ്പോൾ അങ്ങനെ എല്ലാം വറുത്തതിന് ശേഷം കുക്കറിൻ്റെ അകത്ത് കടലയും കൂടി ഇട്ട് നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തു. അപ്പോഴത്തേന് എനിക്ക് പള്ളി പോകാറായിട്ടോ. ഞാൻ പെട്ടെന്ന് പള്ളി പോയിട്ട് വന്നിട്ട് ഇനി ചെയ്യാമെന്ന് ഓർത്ത് പിന്നെ പള്ളിയിൽ നിന്ന് പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേന് സമയമായി. അവൻ്റെ ടിഫിനെല്ലാം കെട്ടി അവനുള്ള പുട്ടും കടലയും എടുത്ത് വെച്ചു. അപ്പോൾ ഞങ്ങളും കാപ്പ് കുടിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.